ആദ്യം മുളച്ച താമരത്തേന് വേര് വരാൻ തുടങ്ങി തോന്നുന്നുണ്ട്. ഇത് കണ്ടോ, ഇവിടെ നോക്ക്, മുകളിലേക്ക് തണ്ട് പോകുന്നുണ്ട്, അതിന് താഴേക്ക് ഒരെണ്ണം വരുന്നുണ്ട്. അപ്പം അത് വേരായിരിക്കണം, അല്ലാതെ ഒന്നും വരേണ്ട കാര്യമില്ല. താഴേക്ക് വരുന്നത് നിറവ്യത്യാസമുണ്ട്. കാരണം മുകളിലേക്ക് പോകുന്നതിന് പച്ച നിറമുണ്ട്, താഴേക്ക് വരുന്നതിന് പച്ച നിറമില്ല, വെള്ളയാണ്. അപ്പോൾ മിക്കവാറും വേരായിരിക്കും. പിന്നെ ഓൺലൈനായിട്ട് വായിച്ചപ്പോൾ പറഞ്ഞത് ഈ മുകളിലേക്ക് പോകുന്ന ഭാഗം 6 ഇഞ്ച് നീളം വരുമ്പോൾ മാറ്റി കളിമണ്ണും പൂഴിയും കൂടുന്ന മിശ്രിതം ഉണ്ടാക്കിയിട്ട് അതിൽ നടണം. എന്നിട്ട് അതിൻ്റെ മുകളിൽ വെള്ളം ഒഴിച്ച് വയ്ക്കണം. അങ്ങനെയാണ് പറഞ്ഞിരിക്കണേ. പക്ഷേ ഈ രണ്ടെണ്ണം ഇപ്പം ഞാൻ അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കണില്ല. ഇതിപ്പോൾ എനിക്ക് അതിൻ്റെ വളർച്ച എങ്ങനെയാണ്, വേരെങ്ങനെയാണ് വരുന്നത് എന്നൊക്കെ ആദ്യമായിട്ട് കാണുകയല്ലേ. അപ്പോൾ അത് പരീക്ഷിക്കണം. അതുകൊണ്ട് ഞാനിതെന്തായാലും ഈ പാത്രത്തിൽ തന്നെയാണ്. ഇതാകുമ്പോൾ വീടിനകത്ത് വെച്ച് നിരീക്ഷിക്കാനൊക്കെ എളുപ്പമാണ്. മറ്റത് കളിമണ്ണ് നിറച്ച് പാത്രത്തിൽ നട്ട് അത് മുറ്റത്ത് കൊണ്ട് വയ്ക്കേണ്ടി വരും. അപ്പോൾ ഇതുപോലെ ക്ലോസ് നിരീക്ഷണം പറ്റില്ല. ഇതിപ്പോൾ വളരെ അടുത്ത് നല്ല ലൈറ്റൊക്കെ ഇട്ടിട്ട് നിരീക്ഷിക്കാൻ പറ്റും. മറ്റത് പാത്രത്തിൽ വെച്ചാൽ സൈഡിൽ നിന്ന് കാണില്ല. ഇതിപ്പോൾ സൈഡിൽ നിന്ന് കാണുന്നതുകൊണ്ട് നല്ല രസമാണ് നിരീക്ഷിക്കാൻ. രണ്ടാമത്തെ വിത്ത് കണ്ടില്ലേ, മുളച്ച് വന്നിട്ടുണ്ട്. ഇത് വെള്ളത്തിൻ്റെ മുകളിലേക്ക് എത്തിയിട്ടില്ല. ആദ്യത്തെ വിത്ത് വെള്ളത്തിൻ്റെ മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. ഇല വെള്ളത്തിൻ്റെ മുകളിലാണ് നിൽക്കണേ. കണ്ടില്ലേ, വെള്ളത്തിൻ്റെ ലെവൽ ഇവിടെയാണ്, ഇല കുറേ മുകളിലേക്ക് പോയിട്ടുണ്ട്. അതിനെങ്ങനെയാണ് വരണമെന്ന് പിന്നീട് കാണാം. ഈ രണ്ടും ഞാൻ എന്തായാലും വേറെ പാത്രത്തിലേക്ക് മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല, ഇങ്ങനെ തന്നെ തുടരട്ടെ. ഞാൻ വേറൊരു പാത്രത്തിൽ ഇന്ന് ഉരയ്ക്കാതെ നട്ടിട്ടുണ്ട്. പിന്നെ വേറൊരു ചെറിയ ട്രെയിൽ, ചെറിയൊരു ഡപ്പയിൽ 2 മുളയ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതൊക്കെ ഇനി ഞാൻ പുറത്ത് കൊണ്ടുപോയി നടും മുളച്ചിട്ടുണ്ടെങ്കിൽ. ഇത് പക്ഷേ ഇങ്ങനെ തുടരട്ടെ.